നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി ആയാലോ ഇന്ന്. കൂടുതൽ സദ്യ വിഭവങ്ങൾക്കായി പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോ നേന്ത്രപ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരകിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്തരച്ച നമ്മുടെ അരപ്പ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ആ അരപ്പ് നമ്മൾ വെന്ത് വന്ന പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. ഞാനിവിടെ നെയ്യിലാണ് കേട്ടോ താളിച്ചൊഴിക്കുന്നത്. വെളിച്ചെണ്ണയിലും താളിച്ചൊഴിക്കാവേ. അപ്പോൾ ഉലുവയും കടുകും പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് താളിച്ചൊഴിക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത സദ്യ വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.